ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു കിടിലൻ അപ്കമിങ് എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം വേദയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട്, അപ്കമിങ് എപ്പിസോഡുകൾ കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രവും വേദയും കൂടെ വരികയാണ് കേട്ടോ. വിക്രത്തിനെ ജാമ്യത്തിലൊക്കെ ഇറക്കുന്നുണ്ട് വേദ. അതൊക്കെ നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അതൊക്കെ ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാവേ, കാണാത്തവർ അതുകൂടി ഒന്ന് കാണണേ. അതിനുശേഷം വിക്രം വേദയും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വഴിയിൽ വെച്ചൊരു സംഭവം ഉണ്ടാണ്ട് ചെയ്യുന്നത്. ഒരു കള്ളുകുടിയനെ വേദ അടിച്ച് നന്നാക്കുന്നുണ്ട്. കള്ളുകുടിയും ഭാര്യയെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വേദ അയാളെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് വിക്രം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഒരു കിടിലൻ എപ്പിസോഡാണേ. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, സ്ക്രീനിലിടാം. കാണാത്തവർ അത് കാണാൻ മറക്കല്ലേ. അതിനുശേഷം വേദയെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് കേട്ടോ വിക്രം പറയുന്നുണ്ട് ബൈക്കിൽ കയറിക്കുമെന്ന് പറയാൻ. അപ്പോൾ വിക്രത്തിൻ്റെ ഫ്രണ്ട്സ് പറയാണ്, എന്താ ഇവനീ പറയുന്നത്, വണ്ടി കയറിക്കളാനോ? അപ്പോൾ ശരിക്കും വിക്രം പേടിച്ചു പോയിട്ടുണ്ടാവും, ആ കള്ളുകുടിയനെ ചേച്ചി അടിച്ചപ്പോഴേക്കും എന്ന് പറയാണ്. അപ്പോൾ വിക്രം അവരെ ഒന്ന് സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാഗത്തിന് വേദയോട് പറയാം വണ്ടിയെ കയറാൻ. അപ്പോൾ വേദ വലിയ സന്തോഷത്തിൽ വണ്ടിയിൽ ഇങ്ങനെ വിക്രത്തിൻ്റെ പുറകിൽ ഇരുന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയി ചെല്ലുന്നത് വേദയുടെ വീട്ടിലേക്കാണ്. ശേഖരമേനോൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പം വാതിക്കലെത്തുമ്പം വേദ പറയാണ്, ഇങ്ങോട്ടാണോ അവിടെ താൻ കൊണ്ടുവന്നത്? ഇങ്ങോട്ടാണെങ്കിൽ അത് നേരത്തെ പറയാൻ മേലായിരുന്നോ? ഞാൻ തന്നെ വന്നേനല്ലോ, എന്തിനാ എന്നെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാനിങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ പറയാം ഇവിടെ വാടി എന്ന് പറഞ്ഞു വേദയുടെ കയ്യെ പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് കയറ്റുകയാണ്. എന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്, ഹലോ സാറേ, മേഡം, ആരുമില്ല ഇവിടെ? ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി വരാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ വേദ പറയുന്നുണ്ടോ, ഒന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഞാൻ കയറി പൊക്കോളാം, ഒന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ എന്ന് വേദ വിക്രത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, ഇല്ല, മിണ്ടാതെ നിൽക്കുന്നില്ല, എല്ലാവരും ഇറങ്ങി വരട്ടെ, നിൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും വരട്ടെ. അപ്പോഴേക്കും ശേഖരമേനോനും ശ്രീകാന്തൂടെ വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ശേഖരമേനോൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാം, ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ ശേഖരമേനോൻ ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ്. അപ്പോൾ വേദയുടെ അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും ഒക്കെ ഓടി വന്ന് വേദയെ വിളിക്കുക, മോളെ വേദേ, എന്താ വേദ മോളെ നീ വന്നത്? നിങ്ങളിവിടെ നിൽക്കാതെ അകത്തേക്ക് കയറിയിരിക്കൂ എന്നൊക്കെ വേദയുടെ അമ്മ പറയുമ്പോൾ ശങ്കരമേനോൻ പറയണം, വേണ്ട, കയറണ്ട എന്ന് പറയാണ്. അതേസമയം എല്ലാവരും പറയുന്നുണ്ട്, വേദയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പെണ്ണുങ്ങളെല്ലാവരും കൂടി. അപ്പോൾ ശേഖരമേനോട് പറയുകയാണ് വിക്രം, ഹലോ മോളെ ദേ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പരിക്കുമില്ലാതെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ നിങ്ങൾ ചീത്ത പറയാനൊന്നും വരണ്ടാന്ന് പറയാം. അപ്പോൾ ശേഖരമേനോൻ പറയാം, എന്താടാ നിനക്ക് വേണ്ടത്? നീ എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? അപ്പോഴേക്കും വിക്രം പറയാണ്, ആഹാ, ഇപ്പം അങ്ങനെയായോ? നിങ്ങളുടെ മോള് തോന്നിയാസത്തിനാ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്, അല്ലാതെ ഞാൻ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോയതൊന്നും അല്ലല്ലോ. അന്ന് അറിയാതെ ഒരു താലി, ഒരു ചരട് കിട്ടി, അതിൻ്റെ പേരിൽ ഞാൻ മാപ്പ് പറയുകയും ചെയ്തു, അത് അഴിച്ചു കളയാനും പറഞ്ഞു. അവൾ അത് അഴിച്ചു കളയാതെ താലി കീലി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതും പോരാ, ഇപ്പം എന്നെ കുറ്റം പറയുന്നു. ഒരു പരിക്കും ഒരു കേടുമില്ലാതെ മോളെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറയാണോ? നിങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് ജയിലിൽ പോയതെന്ന് എനിക്ക് നല്ലതായിട്ടറിയാം. ഞാൻ ചെയ്യാത്ത തെറ്റിനാ ഇന്ന് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. നിങ്ങളുടെ മോള് കാരണം, അവൾ ചെയ്ത തോന്നിയാസത്തിന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പോഴേക്കും ഉടനെ ശേഖരമേനോൻ പറയാണ്, എടാ ഇനി എൻ്റെ മോളെ ഒന്നും പറയരുത്. അതെന്താ നിങ്ങളുടെ മോളെ പറഞ്ഞാൽ എന്നെ മാത്രമേ പറയാവുള്ളൂ? അവൾ അവിടെ വന്ന് തലയ്ക്ക് വട്ടായിട്ടല്ലേ നിൽക്കുന്നത്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ പോന്ന്. അവൾ പോകാതെ അവിടെ വന്ന് നിൽക്കുക എന്നെ ശല്യപ്പെടുത്താൻ. എന്നിട്ട് ഇപ്പം കൊണ്ടുവന്ന് ദേ ഇവിടെ നിർത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി ദയവേത് ഇങ്ങോട്ട് വരരുത്, നീ കയറി അകത്തോട്ട് പോവേദേ. അപ്പോൾ വേദ പറയാണ്, ഇല്ല ഞാൻ പോവില്ല, വിക്രമാദിത്യ ചേട്ടൻ അവിടെ നിൽക്കേ എന്ന് പറയാം. എൻ്റെ പൊന്നെ, നീ ഇനി എൻ്റെ കൂടെ വരരുതേ എന്ന് പറയാം. മുത്തശ്ശി, അമ്മേ, എല്ലാവരോടും ഞാൻ പറയാം, അതേ മോളെ കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി ഞങ്ങളുടെ കുടുംബത്തെ ഉപദ്രവിക്കാൻ വരരുതേ. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളെ ഇനിയും വന്ന് ഉപദ്രവിക്കരുത് കേട്ടോ. ദേ ഈ ശല്യത്തിനെ അകത്തേക്കെങ്ങാനും വിളിച്ചോണ്ട് പോവും, ഞാൻ പോവാണേ എന്നൊക്കെ പറയാം. അപ്പോൾ വേദ പുറകെ ചെല്ലുകയാണ്. വിക്രമാദിത്യൻ ചേട്ടാ. അപ്പോഴേക്കും വിക്രം അവിടെ നിൽക്കുക. എന്നിട്ട് പറയാൻ, എന്താടി? അല്ല, എന്നെയും കൂടെ കൊണ്ടുപോകും, ഞാനും കൂടി വരാം. ഇല്ല, നിന്നെ ഇനി കൊണ്ടുവന്ന പരിപാടിയില്ല. നീ കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിന് നാശം ഉണ്ടാകുന്നത്. ഇതുപോലെ വട്ടുപിടിച്ച് ലൂസ് പിടിച്ചതിനെയൊന്നും കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. എത്രമാത്രം വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? ഇവള് കാണിക്കുന്ന ഇതൊക്കെയല്ലേ. ഇനി ഇവളെ കൊണ്ട് ഞാൻ പോവില്ല. നമസ്കാരം എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ഷനൊക്കെ കാണിച്ചിട്ട് വിക്രം അങ്ങോട്ട്
വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വേദ അവിടെ നിർത്തിയിട്ട് വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ പുറകെ ഓടിയൊക്കെ ചെല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോരുക. പോരുമ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ പറയുന്നുണ്ട്, അകത്തേക്ക് വാ മോളെ എന്ന് പറയാണ് അമ്മയും ഒക്കെ. അപ്പം വേദ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരില്ല, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ താലി വിക്രം കെട്ടിയതാണെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുള്ളൂ, അയാൾ എൻ്റെ ഭർത്താവ് തന്നെയാണെന്ന് പറയാം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാ മോളെ, അങ്ങനെ തന്നെയാണ്, നല്ല കുട്ടിയാണ് നീ എന്ന് പറയുമ്പോഴേക്കും ശേഖരമേനോന് ഇഷ്ടപ്പെടുന്നില്ല. അമ്മയാണ് ഇവളെ വഷളാക്കുന്നത്, വേണ്ടാത്ത ഓരോ ആചാരങ്ങളൊക്കെ പഠിപ്പിച്ച് വെച്ചിട്ട് ഇപ്പം വട്ടന്മാരെ പോലെ പെരുമാറുന്നു. അവൾ എന്ത് കണ്ടിട്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോകുന്നത്? അവിടെ വിവാഹം ഉറപ്പിച്ച് വെച്ചതല്ലേ, അവൾ അച്ഛനെയും അമ്മയും കുറിച്ച് ആലോചിച്ചെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നോ എന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ ശ്രീകാന്തും പറയുന്നുണ്ട്, നീ അകത്തേക്ക് വാ, ഇപ്പം നിൻ്റെ കോലം കണ്ടില്ലേ അവിടെ പോയി നിന്നിട്ട്. അപ്പോൾ വേദ പറയേ, എന്തായാലും എനിക്കൊരു തീരുമാനമുണ്ട്, ഞാൻ അവിടുന്ന് പോരാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും കൂടെ അകത്തേക്ക് വിളിക്കുക വേദ. അപ്പോൾ ശേഖരമേനോൻ പറയാം, നിൽക്കുക, അവളെ അകത്തേക്ക് വിളിക്കാൻ വരട്ടെ, കാര്യമുണ്ട്. നീയേ ഇത്രയും ദിവസം അവിടെ പോയി നിന്നില്ലേ, അന്ന് ഞങ്ങൾ വിളിക്കാൻ നിന്നെ അവിടെ വന്ന് കാല് പിടിച്ചതല്ലേ നിന്നോട് പോരൻ. അപ്പോൾ നീ അവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു, ആ മാഷിൻ്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു. നീ വന്നില്ല, നീ അവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം പറയാം, നിനക്ക് ഈ താലി അഴിച്ചു വെച്ച് ഇവിടെ എൻ്റെ മോളായിട്ട് ജീവിക്കാമെങ്കിൽ, പഴയതുപോലെ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കാമെങ്കിൽ നിനക്ക് ജീവിക്കാം, അവനെ ഞങ്ങളാരും ശല്യപ്പെടുത്തില്ല. പക്ഷേ ഈ താലി അഴിച്ചു വെക്കാതെ ഈ താലി ഇട്ടുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറി അവൻ്റെ ഭാര്യയായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റില്ല. ഈ പടിക്ക് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റില്ല. ഈ പടിക്കപ്പുറം നീ കടക്കണം എന്നുണ്ടെങ്കിൽ ഈ താലി നീ ഊരി വെക്കണം, എന്നിട്ട് എൻ്റെ മോള് മാത്രമായിട്ട് ജീവിക്കണം, അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇനി എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ലെന്ന് ശേഖരമേനോൻ പറയുക. അപ്പോഴേക്കും ഉടനെ ഇങ്ങനെ മുത്തശ്ശി പറയാണ്, ശേഖര അമ്മ ഇതിൽ ഇടപെടേണ്ട, ഒരു കാര്യവും പറയണ്ട, അവൾ എൻ്റെ മകളായിട്ട് താമസിക്കണമെങ്കിൽ ഇവിടെ അവൾക്ക് വേണമെങ്കിൽ താമസിക്കുക, പക്ഷേ ഞാൻ പറഞ്ഞ കണ്ടീഷൻ മാറ്റിയില്ല എന്ന് പറയുക. അപ്പോഴേക്കും വേദ പറയാണ്, ഓ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ താമസിക്കുന്നില്ല, ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുമെന്ന് പറയാം. നിനക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പോകാം. അപ്പം വേദയുടെ അമ്മയൊക്കെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വേദ അതൊന്നും സമ്മതിക്കില്ല. വേദ വിക്രത്തിനെ വിട്ട് പോകില്ല, വേതാളം പോലെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വേദ തിരിച്ച് അങ്ങോട്ട് തന്നെ ചെല്ലും വിക്രത്തിൻ്റെ അടുത്തേക്ക്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരാം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത്. താങ്ക് യു.